ഏട്ടനെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോ അവര് വേണ്ട, കാസ്റ്റിന്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ ഏട്ടന്റെ വയറ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടുകാർക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല, അവര് സമ്മതിക്കില്ല. അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ ചേച്ചിയും പറഞ്ഞു, അമ്മ പറഞ്ഞു, എല്ലാരും അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്നാണ് അവര് പറയുന്നത്. എന്നെ പോലെ നോർമൽ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാനായിരുന്നു അവർക്ക് എന്റെ വീട്ടുകാർക്ക് പറ്റും. ഒരു കല്യാണം വന്നു, അത് വന്നപ്പോഴാണ് ഞാൻ കൊണ്ടുവരാൻ കാര്യം. കൊണ്ടുവന്നു വിളിച്ചോണ്ട് വരും. അടിപൊളി. സ്നേഹം കൂടുമ്പോ എന്താ വിളിക്കുന്നത്? ചക്കരയാണ്. അരുണിന് വേണ്ടി പെണ്ണ് നോക്കി തുടങ്ങിയായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു, അങ്ങനെ ചിന്തയില്ലായിരുന്നു. കല്യാണം കഴിക്കണം ചിന്തയില്ലായിരുന്നു. ആ ചിന്തയെന്നാണ് മാറ്റിയിടുന്നത്. നേരിട്ട് വീഡിയോ കോൾ എല്ലാം കണ്ടിട്ടുണ്ട്. അത് നേരിട്ട് ആദ്യത്തെ കാണുന്ന കല്യാണത്തിനാണ്. ഞാൻ ഏട്ടനെ കാണുന്നത് ഏട്ടൻ എന്നെ കാണുന്നു 24-ാം തീയതി രാവിലെ 8 മണിക്ക്. 2 വർഷം പ്രേമിച്ചിട്ട് ഞങ്ങള് കാണുന്നത് അന്ന്. ഇൻസ്റ്റാഗ്രാം പരിചയപ്പെട്ടു, പിന്നെ വാട്സാപ്പ് നമ്പർ കിട്ടി, ചാറ്റ് ചെയ്യും. എന്റെ ഒരു ഫ്രണ്ട് രീതിയിലാണ് അമ്പലത്തിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. എല്ലാം പ്ലാനാണ്. ആരായിരുന്നു മാസ്റ്റർ പ്ലാൻ? ഞാൻ തന്നെയായിരുന്നു. സബിതയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു. എന്നെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞു, കുറെയൊക്കെ പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഞാൻ കേട്ടില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങി പോവാന്നുള്ള ധൈര്യം അവർക്ക് എനിക്കില്ല എന്നാണ് അവര് മനസ്സിൽ. എന്തായിരുന്നു പഠിച്ചൊക്കെ? എന്തായിരുന്നു? ഞാൻ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. ഇല്ല, എനിക്ക് ആദ്യം നടക്കാൻ പറ്റില്ലായിരുന്നു, ഇഴഞ്ഞപ്പം പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്വയം ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി എന്നെ വിട്ട് പോയില്ല. വെൽക്കം ടു ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ്സ്. ഇന്ന് നമ്മളുള്ളത് 2 സ്പെഷ്യൽ ഗസ്റ്റിന്റെ അടുത്താണ്. അത് ആരൊക്കെയാണെന്നല്ലേ, നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അരുൺ, നമസ്കാരം. നമസ്കാരം. അരുണേ, ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഇരിക്കണത്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ളൂ. എങ്ങനെ പോകുന്നു ഈ ഒരു സന്തോഷ നിമിഷം? ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. ലവ് മാരേജ് ആയിരുന്നു? അതെ. ആഹാ, എങ്ങനെയായിരുന്നു അത്? എങ്ങനെയാണ്? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വഴിയാണ് പരിചയപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു, പിന്നെ വാട്സാപ്പ് നമ്പർ കിട്ടി, ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങി. എത്ര നാളത്തെ പ്രണയം? 2 വർഷം. 2 വർഷം? ഊഹ്, ആദ്യം വളയാൻ ഇച്ചിരി മടിയായിരുന്നോ? എന്നിട്ട് പാടായിരുന്നു. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു. എങ്ങനെ വളച്ചെടുത്തു സബിതയെ? മെസ്സേജ്, പിന്നെ അങ്ങനെ ഞാൻ സ്ഥിരം മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പുള്ളി മെസ്സേജ് ഇങ്ങോട്ട് അയക്കും, അങ്ങോട്ട് അയക്കും. അങ്ങനെ സബിത, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ? ഏട്ടനാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇതാക്കി, പിന്നെ അങ്ങനെ മെസ്സേജ് അയച്ചു, വിളിക്കലും ഇതൊക്കെ ആയപ്പോ പിന്നെ അവനെ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഏട്ടന്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, എന്റെ കാര്യങ്ങൾ ഏട്ടനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓക്കെ. എത്ര നാള് വേണ്ടി വന്നു ഒരു ഇഷ്ടമാണെന്ന് തിരിച്ചു പറയാനായിട്ട്? ഒരാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എവിടെയാ സബിതയുടെ വീട്? എവിടെയാ? എവിടെ? പാലക്കാട്. ആഹാ, തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് പാലക്കാട്. എന്നിട്ട് ഈ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോഴായിരുന്നു? വീട്ടുകാരോട് 1 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടില് കല്യാണം ആലോചിക്കാൻ വേണ്ടിട്ട് ഏട്ടനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവര് ഫസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടനെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോ അവര് വേണ്ട, കാസ്റ്റിന്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ ഏട്ടന്റെ വയറ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടുകാർക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്നെ പോലെ നോർമലായിട്ട് ഒരാൾക്ക് കൊടുക്കാനായിരുന്നു അവർക്ക്, എൻ്റെ വീട്ടുകാർക്ക് പറ്റുള്ളൂ. ഏട്ടനെ പോലെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കില്ല എന്നാണ്. ജോലി, കാസ്റ്റ്, ഇതൊക്കെയാണ് അവർക്ക് പ്രശ്നം വന്നത്. എങ്ങനെയാ അതിനെ തരണം ചെയ്തു? വന്നിട്ട് അങ്ങനെ വന്നു. അരുണേ, ഈ ഒരു കാര്യങ്ങള് സബിതയുടെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ചെയ്തത്? ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി എന്നെ വിട്ട് പോയില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് വന്നാലും അരുണേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ പോയി, അങ്ങനെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് പോയി. പിന്നെ നമുക്കൊരു കല്യാണം വന്നു. അത് വന്നപ്പോഴാണ് ഞാൻ കൊണ്ടുവരാൻ കാര്യം. കൊണ്ടുവന്നു, വിളിച്ചോണ്ട് വരും. അടിപൊളി. നമ്മള് ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയി. ഞാൻ അവിടെ നിന്ന് പോയി 23 വൈകിട്ട് പോയി. 24 രാവിലെ 8 മണിയായപ്പോൾ ഇവിടെ അവിടുത്തെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് നേരെ കോഴിക്കോട് പോയി. അമൽനാഥ് അറിയാലോ? അമൽനാഥിന്റെ സഹായത്തോടെ കല്യാണം നടന്നു. അമലുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കോഴിക്കോട് ക്ഷേത്രത്തിന്റെ പേരുണ്ടായിരുന്നു, മറന്നുവല്ലോ, പേര് മറന്നു ക്ഷേത്രത്തിന്റെ. അവിടെ വെച്ച് നടത്തി. അവിടെ നമ്മൾ പിന്നെ തിരിച്ച് വെളുപ്പാ രാവിലെ പിറ്റേ ദിവസം വെളുപ്പിന് 2:30 മണിയായപ്പോൾ അവിടെ എത്തി, വീട്ടിലേക്ക് പോന്നു. അമലിന്റെ വീട്ടില് എല്ലാവരോടും പറഞ്ഞിരുന്നോ? ഞാൻ അതെ, അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു. പറഞ്ഞാ പോയെ. വീട്ടിലെല്ലാവർക്കും അറിയാം, വീട്ടിലെല്ലാവരും സംസാരിക്കും. അറിയാത്തത് എന്റെ വീട്ടിലല്ലാതെ സംസാരിക്കും, എല്ലാവർക്കും അറിയാം. അരുണേ, അരുണിന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞായിരുന്നു? വീട്ടിലെല്ലാം സമ്മതമായിരുന്നു. കൊണ്ടുവരാനാ പറഞ്ഞേ. അല്ല, ഇങ്ങനെ അവർക്ക് വേണ്ട, എന്റെ കാസ്റ്റിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛനൊക്കെ എന്താ പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞില്ല. അമ്മ നിൽപ്പുണ്ട്, അമ്മയ്ക്ക് എല്ലാം അറിയാം. നിനക്ക് ഇഷ്ടമാണ്, നീ വിളിച്ചോണ്ട് വരെന്ന് പറഞ്ഞു. അങ്ങനെ 24-ാം തീയതി വിളിച്ചോണ്ട് വന്നു. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ വിളക്ക് തന്ന് കയറ്റി. സബിതയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു. എന്നെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞു, കുറെയൊക്കെ പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഞാൻ കേട്ടില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്. ഏട്ടൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞത്. ഞാൻ അവളെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ടുപോകാൻ. അവളെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവരെന്തൊക്കെ പറഞ്ഞു. പിന്നെ ഫോൺ ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഒരു കേസ് കൊടുത്തു. കേസ് ആയില്ല, രജിസ്റ്റർ ചെയ്തില്ല. തട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. കൊടുത്താൻ അവരൊന്ന് വിളിച്ചതിനെ. അത് കേസ് ചാർജ് ചെയ്തില്ല. കേസിനൊത്തത് കുഴപ്പമില്ല. കാരണം കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു അല്ലേ? ഞാനല്ല, അവളെ വീട്ടിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്? വീട്ടിലെ അച്ഛന് അത്ര ഇതില്ല, പക്ഷെ അമ്മ, ചേച്ചി, ഏട്ടൻ, ചേച്ചിന്റെ ഹസ്ബൻഡ്, അവർക്കാണ് ഒരു എതിർപ്പുണ്ടായിരുന്നേ. അച്ഛന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അച്ഛന് പ്രശ്നം പറഞ്ഞാൽ എന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഇതിന് പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു ഈ ഒരു അവസ്ഥയില്. ഏട്ടന്റെ ഇത് കാരണം നല്ലൊരാളുടെ ഏൽപ്പിക്കണം എന്നാണ് അച്ഛന്റെ മനസ്സില്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഏട്ടനോട് കാര്യം പറഞ്ഞത്. അങ്ങനെ വന്നതാണ് ഞാൻ. അപ്പൊ ഒരു കാരണവശാലും സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ചേച്ചിയും പറഞ്ഞു, അമ്മ പറഞ്ഞു, എല്ലാവരും അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്നാണ് അവർ പറയണത്. അല്ല, ഈ നിങ്ങളുടെ ഈ പ്രണയം ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അവർക്ക് പ്രതീക്ഷയില്ല. അവരങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോകുന്നുള്ള ധൈര്യം അവർക്ക് എനിക്കില്ല എന്നാണ് അവര് മനസ്സിൽ. പക്ഷെ എന്താ, ഒരു പാവം കുട്ടിയായിരുന്നു അല്ലേ? അങ്ങനെ വന്നു. ഏട്ടന്റെ ധൈര്യം, ഗ്രൂപ്പിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇറങ്ങി പോകുന്ന സമയത്ത് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് 3 ആളാണ്. എന്റെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല.
എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും എനിക്ക് ഇതുവരെ ആരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും ഫ്രണ്ട്സ് ആയാലും ആരും എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ സപ്പോർട്ടും കൊണ്ട് ഒറ്റയ്ക്കാണ് ഞാൻ വന്നത്. ഈ 2 വർഷമായിട്ട് ഏട്ടൻ തരുന്ന ഒരു സപ്പോർട്ടോട് കൂടിയാണ്. സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. നിങ്ങള് ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട്. എനിക്ക് ഏട്ടൻ്റെ ഒരു ധൈര്യം, സപ്പോർട്ട്. എന്തൊക്കെ പറഞ്ഞാണ് അരുണ ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നത്? പറഞ്ഞ അവളെ വിഷമങ്ങളും കാര്യങ്ങളും എന്നെ പറഞ്ഞു. അപ്പൊ അതിനുള്ള പരിഹാരവും ധൈര്യമൊക്കെ ഞാൻ കൊടുത്തു, സംസാരിച്ചു. അങ്ങനെ കുറെ പറഞ്ഞു. എന്തെന്നാ വിളിക്കാറ് അരുൺ? സബിതേനെ എന്തെന്നാ വിളിക്കണേ? സബീന്ന്. സബിതയോ? ഞാൻ ഏട്ടാന്ന് വിളിക്കണേ. സ്നേഹം കൂടുമ്പോ എന്താ വിളിക്കണേ? ചക്കരയാണ്. ആ വിളി മാത്രം മതിയല്ലോ 2 കൊല്ലമായിട്ട് കാത്തിരിക്കാനായിട്ട്. ചക്കരയെന്ന് വിളിക്കും, അങ്ങനത്തെ വിളിക്കാറുള്ളൂ. വിളിച്ചിട്ടില്ല. ഇല്ല. ഈ കൂട്ടുകാര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ അവരെ കൂടെ വന്ന എനിക്കിത്ര ദൂരം ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ മാമന്റെ മോളും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സാക്ഷി ഒപ്പിന് അവളെ ഭാഗത്ത് നിന്ന് ആള് വന്നു. ഞാൻ അവളെ കൂടെ കൊണ്ടുപോയി. മാമന്റെ മോളിനെ കൊണ്ടാണ് എന്റെ വീട്ടിലേക്ക് വിളിച്ചത്. വിളിച്ചിറക്കിയത്. ഞാൻ വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവരണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ രീതിയിലാണ് അമ്പലത്തിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. മാമന്റെ എല്ലാം പ്ലാനാണ്. ആരായിരുന്നു മാസ്റ്റർ പ്ലാൻ? ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ തലേ ദിവസം തന്നെ അമ്മയുടെ അടുത്ത് രാത്രി എന്റെ മാമന്റെ മോളെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിച്ചു. അവളെ അമ്മയോട് സംസാരിച്ചു. നാളെ രാവിലെ അമ്പലത്തിൽ പോകാൻ, അപ്പൊ വിടാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേസ് രാവിലെ 8 മണിയായപ്പോ വിട്ടു. ഇപ്പൊ പുള്ളിക്കാരി ഞാൻ ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നു. അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ഞാൻ പോയി. കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞ പിന്നെയാണോ ഈ ഇവിടെ ഉള്ള സ്വന്തക്കാരാണെങ്കിലും എല്ലാരും അറിഞ്ഞു? ശേഷം അറിഞ്ഞു. ആരും അറിഞ്ഞില്ല. ഈ പോയ കാര്യം ഒന്നും ആരും അറിഞ്ഞില്ല. കുറച്ച് കൂട്ടുകാർക്ക് മാത്രം അറിയാവും. ഇങ്ങനെ ഒരു പ്രണയമുള്ള കാര്യം പോലും ആരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാലും കുറച്ച് കൂട്ടുകാരൊക്കെ അറിയാം. ചാക്കും അറിയില്ല. അറിയില്ലേ? ഈ വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടിലെ അച്ഛൻ, അമ്മ, പിന്നെ ഞാനും. നിങ്ങൾ 3 പേര്. അച്ഛനും അമ്മയ്ക്കും അറിയാം, അരുണിനും അറിയാം. അമ്മയെ സംസാരിക്കും. അമ്മയെ തന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, സംസാരിക്കാം. ഈ പെട്ടെന്ന് ഈ സ്വന്തക്കാരൊക്കെ അരുണിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ പറഞ്ഞേ? എല്ലാരും ഞെട്ടിപ്പോയി. നീ ഇങ്ങനെയൊക്കെ ചെയ്തു എല്ലാരും അത്ഭുതത്തോടൊക്കെ പറയുന്നു. കാരണം ആരും പ്രതീക്ഷിക്കണല്ലോ. ഇല്ല. കാരണം തിരുവനന്തപുരം ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് സംഭവിച്ചു. ആ ഒരു ധൈര്യം എന്തോ പെട്ടെന്ന് അപ്പം എവിടെ ധൈര്യം കിട്ടി എന്തോ എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങ് ആളെ നഷ്ടപ്പെടുന്നുള്ളൊരു തോന്നലാണോ? അതായത് ഒരാഴ്ച കഴിഞ്ഞ് എൻഗേജ്മെന്റ് ആയി. ഉറപ്പിക്കാൻ പോയത് വേറെ കല്യാണമായി. എന്റെ വീട്ടില് 27-ാം തീയതി പോകുമായിരുന്നു. അപ്പോഴാണ് 24-ാം തീയതി ഞങ്ങള് പ്ലാൻ ചെയ്തത്. ഓ, ഉറപ്പിക്കാൻ പോണതിന്റെ 3 ദിവസം മുമ്പേ ചാടിപ്പോന്നു. ഞാൻ കഴിഞ്ഞിട്ട് ശരിയാവില്ലേ? അതിനു മുമ്പേ വിളിച്ചോണ്ടോ? ഈ സബിത അന്നേരം മൊത്തം കരച്ചിലായിരുന്നോ വിളിച്ചിട്ട്? ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ടെൻഷനായിരുന്നു. വരൂ ഇല്ലയോ, ഇത്രയും ദൂരം പോയിട്ട്. എന്നിട്ട് നമ്മൾ ഫോണിൽ കൂടെ രാത്രി വിളിച്ച് സംസാരിച്ചു. ഞാൻ രാവിലെ വരും. അവളെ രാവിലെ ആദ്യം അവളെ ഞാൻ അവിടെ ഇവിടെ പോയി അവിടെ റൂമെടുത്ത് ഉറക്കമായി. വെളുപ്പിനെ 3 മണിയായപ്പോ അവിടെ എത്തി പാലക്കാട്. റൂമെടുത്ത് ഉറങ്ങി. അവളെ രാവിലെ 5 മണിയായപ്പോ വിളിച്ചുണർത്തിയത്. ആളവിടുന്ന് പോരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഇനിയിപ്പോ ഉറങ്ങി പോയി കഴിഞ്ഞാ പെട്ടൂല്ലേ? പെട്ട്. എന്നിട്ട് ഞാൻ രാവിലെ ഫ്രഷായി. പിന്നെ അവള് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു, കൂട്ടിക്കൊണ്ട് പോന്നു. നേരെ കോഴിക്കോട് പോയി. പിന്നെ അമൽനാഥുമായിട്ട് അമൽനാഥ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കല്യാണത്തിന് മെയിൻ ചുക്കാൻ പിടിച്ചത് അമൽനാഥാണ്.
അമൽനാഥിനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടോ? അമൽനാഥ് എല്ലാ കാര്യം അറിയാം. ആ. നേരത്തെ കോണ്ടാക്ട് ആണ്. നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ലിറ്റിൽ പീപ്പിൾ. ലിറ്റിൽ പീപ്പിളിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ. ആ ഗ്രൂപ്പിൽ കൂടെയാണ് ഞങ്ങളെപ്പോലെ കുറെ സംഘടന ആൾക്കാരുണ്ട്. ആ. പിന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ പറ്റി അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരാണോ ഈ അമലിനെ അമലിനെ പരിചയപ്പെടുത്തിയത്? കോഴിക്കോട് ആയതുകൊണ്ട് അമലിന്റെ നാട് അവിടെ നാടായിരുന്നു. പിന്നെ അമല് ഞാൻ കോണ്ടാക്ട് സംസാരിച്ചു നല്ല ഫ്രണ്ട്ഷിപ്പായി. അവൻ ചെറുതായിട്ട് വിളിച്ചത് പറഞ്ഞ ഞാൻ അവിടെ ഉണ്ട്, എല്ലാം ശരിയാക്കി തരാം, എല്ലാം പടപടയെന്ന് പറഞ്ഞ് അമല് സെറ്റ് ചെയ്തു. ഇപ്പൊ എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അടുത്തുള്ള സുഹൃത്തുക്കള്, അറിയാതിരുന്ന സുഹൃത്തുക്കള്, അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കള്, അയൽക്കാര്, ഇവരൊക്കെ വന്ന് ഷോക്കായിട്ട് എന്താ പറഞ്ഞു? ഷോക്കായിട്ട് എല്ലാരും പെട്ടെന്ന് ഇങ്ങനെ ചെയ്തോണ്ട് ഒരു ഇതായി, അത്ഭുതം പോലെ. കുറേ വിശ്വസിച്ചില്ല. ഞമ്മള് കല്യാണം കഴിക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ച കുറെ സുഹൃത്തുക്കളെ വീട്ടിൽ വന്നായിരുന്നു. ചെറിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവര് പോയി. അവര് പ്രതീക്ഷിച്ചിരുന്നത് ആരും കല്യാണം കഴിക്കില്ല എന്ന് ഓർത്തോണ്ടാണ് ഇരുന്നേ? അങ്ങനെയല്ല, ഇങ്ങനെ പറയാതെ ചെയ്തോണ്ട് പെട്ടെന്ന് ഷോക്കായിപ്പോയി. ആരും ഒരാൾക്ക് വാക്ക് പറയണ്ടേ എന്നുള്ള ഇതായി. പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ സാഹചര്യം അല്ലേ, പെട്ടെന്നുള്ളതായിപ്പോയി. ഇവിടെ അതിനു മുമ്പ് അമ്മയൊക്കെ അരുണിന് വേണ്ടി പെണ്ണ് നോക്കി തുടങ്ങിയായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്തയില്ലായിരുന്നു. കല്യാണം കഴിക്കണം ചിന്തയില്ലായിരുന്നു. ആ ചിന്തയെന്നാണ് മാറ്റിയിടുന്നത്. ആ ചിന്തയെന്ന് മാറ്റിയിടുന്നത് 1 വർഷത്തെ പ്രണയം 2 വർഷത്തെ പ്രണയമായി മാറി. എന്നെ ആദ്യം ഫോളോ ചെയ്ത അവളാ. ഞാനാണ് ഫോളോ ചെയ്തത്. റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ കണ്ടത്. ഫോളോ ചെയ്ത് ഞാനാണ്. ഫോളോ ചെയ്തു. പിന്നെ ഞാൻ ഇടുന്ന പോസ്റ്റൊക്കെ ലൈക്ക് അടിക്കും, റീൽസൊക്കെ ലൈക്ക് അടിക്കും. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ഉള്ളതെല്ലാം സെന്റി സാധനങ്ങളല്ലോ അല്ലേ? അല്ലേ ചേട്ടൻ കണ്ടത് എല്ലാം സെന്റി. അപ്പൊ എന്തോ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കണേ. ഞാൻ ചുമ്മാ ഒരു ഒരു ചെറുതായിട്ട് അവിടെ എറിഞ്ഞിട്ടിട്ടുണ്ട്. ചുമ്മാ വെറുതെ കിട്ടും. കാരണം ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ അതിന്റെ ഏറ്റവും കൂടുതൽ സെന്റിയാ. എനിക്കതാ ഇഷ്ടം. ആ റീൽസിന്റെ ആ ഒരു സെന്റിയിലാണോ വീണു പോയത്? എന്നെ പോലെ പറഞ്ഞപ്പോ ഏട്ടനെ അങ്ങനെ കണ്ടോ, ഹൈറ്റില്ലാത്തൊരേട്ടൻ. ഞാൻ അങ്ങനെയാണല്ലോ, ഞാനും അങ്ങനെ ഒരു കുട്ടിയാണ്. അങ്ങനെ കണ്ടപ്പോ ഞാൻ ചേട്ടാ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവം ഞങ്ങള് കാണുന്നത് അന്ന് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നു. കല്യാണത്തിന് അന്നാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ നേരിട്ട് വീഡിയോ കോൾ എല്ലാം കണ്ടിട്ടുണ്ട്. അന്ന് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് കല്യാണത്തിന്. അന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കാണും. അവളും എന്നെ കാണുന്നത്. ഞാൻ ഏട്ടനെ കാണുന്നത്, ഏട്ടൻ എന്നെ കാണുന്നത് 24-ാം തീയതി രാവിലെ 8 മണിക്ക്. 2 വർഷം പ്രേമിച്ചിട്ട് ഞങ്ങള് കാണുന്നത് അന്ന്. നേരിട്ട് കാണുന്ന കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കാണാൻ വരും പറഞ്ഞു. പക്ഷെ കാണാൻ വരുമ്പോ തന്നെ വിളിച്ചോണ്ട് പോരൂന്ന് പറഞ്ഞു. അവർക്ക് എന്റെ വീട്ടിൽ സാഹചര്യമില്ല. അവിടെ വീട്ടില് പെട്ടെന്ന് പുറത്തിറങ്ങി വരാനൊന്നും പറ്റില്ല, ഒരു വീടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ കാണാൻ ചെന്നാൽ പെട്ടെന്ന് വരാൻ പറ്റില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ടാണ് കാണാൻ പോകാത്തത്. പക്ഷെ അന്നാണ് നേരിട്ട് കാണുന്നത്. ഇതിൽ തന്നെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടാണല്ലോ ഒന്ന് അമ്പലത്തിൽ പോണെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. ആ ഫസ്റ്റ് നിങ്ങൾ 2 കൊല്ലങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കോളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? കണ്ടിട്ടുണ്ട്. എന്നും കാണും, എന്നും വീഡിയോ കോൾ വിളിക്കും. രാത്രി ഒരു 10 മണി തുടങ്ങി കഴിഞ്ഞു 11, 12 ചിലപ്പോ 1 മണി വരെ ഉറക്കം വരണമല്ല. ചിലപ്പോ അവൾ ഉറങ്ങും, ഉറങ്ങുമ്പോ ഞാൻ കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോ അവള് കട്ട് ചെയ്യും. പാട്ടൊക്കെ പാടിത്തരുമായിരുന്നോ? ഞാൻ പാടാറില്ല. പാടിയിട്ടില്ല. സവിത പാടുമായിരുന്നോ? ഞാൻ പാടില്ല. പാട്ട് കേൾക്കാം. പാട്ടൊക്കെ ഇഷ്ടമാണ്. അല്ല, നിങ്ങൾ ഈ 2 വർഷങ്ങൾക്ക് ശേഷമാണ്, 2 വർഷം പ്രേമിച്ചു, വീഡിയോ കോളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ.
ഈ നേരിട്ട് കണ്ട ഒരു നിമിഷം എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടപ്പം അപ്പം ആ ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ആ സമയത്ത് ആ ടെൻഷൻ. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നേരത്തെ മിണ്ടി ചെയ്ത് സംസാരിച്ചത്. അപ്പോഴാണ് ഇത്തിരി ശ്വാസം വീണത്. വീട്ടിൽ നിന്ന് വിളി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവളെ നാട്ടിനവളെ കൊണ്ടുപോകണമല്ലോ. ആ ഒരു ടെൻഷൻ. ആരെയും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, അതുപോലെ ആ ടെൻഷനായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം സംസാരിച്ച് മിണ്ടിയത്. അതുവരെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അല്ല, അവള് മിണ്ടാൻ പറ്റിയ സാഹചര്യം അല്ല. അപ്പം സാഹചര്യം അല്ലേ. ഉണ്ടായിരുന്നു എനിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അമ്മ ഇടയ്ക്ക് വിളിക്കുണ്ടായിരുന്നു. എവിടെ എത്തി വെച്ചിട്ട്. അപ്പൊ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫ്രണ്ടിന്റെ അവിടേക്ക് പോയിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് വിളിച്ചു. പിന്നെ ഞാൻ അപ്പൊ മാമിന്റെ മോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആന്റി ഞാൻ ഉച്ചയ്ക്ക് ശേഷം അയക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞു. പിന്നെ അത്ര നേരം വിളിച്ചില്ല. 3:30 വരെ വിളിച്ചില്ല. 3:30ക്ക് ശേഷം അമ്മ വീണ്ടും വിളിച്ചു. അപ്പൊ വെയിലാറിയിട്ടൊന്ന് അയക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ എത്തി? അപ്പൊ നമ്മള് കൊച്ചി കഴിഞ്ഞു. 4:30ക്കാണ് എന്റെ വീട്ടില് ഇങ്ങനെ കല്യാണം കഴിഞ്ഞത്. 4:30ക്ക് വിളിച്ചത്. ഞാൻ വിളിച്ചു. അമ്മയല്ല വിളിച്ചത്, ചേച്ചിനെ വിളിച്ചത്. വീട്ടിലെ അവളെ അമ്മ മാത്രമേ വീട്ടില് ആരുമില്ല. അപ്പൊ ചേച്ചിനെ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. വാട്സാപ്പിൽ അയച്ചിട്ട് വിളിച്ച കാര്യം കഴിഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അമ്മയെ വിളിച്ചു ചേച്ചിനെ വിളിച്ച് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, അവളുടെ കൊടുക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, അവളുടെ കൊടുക്കെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. അവള് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ലാന്നുള്ളത്. ഇവര് ഉപദ്രവിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല അങ്ങനെയൊന്നുമില്ല. എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിന് അവർ എതിർത്ത് നിന്നു മാത്രം. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നോ ഇതൊന്നും എൻ്റെ വീട്ടിൽ ഇതുവരെ അറിയില്ല. കല്യാണം കഴിഞ്ഞ് അങ്ങനെ അറിയിച്ചതിന് ശേഷമാണ് അവർക്ക് ഇതായത്. അന്നേരം ഞാൻ ഒരു സംശയം ഞാൻ കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടെന്നുള്ളത്, ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഇതെങ്ങനെ ഇത്ര സീക്രട്ടായിട്ട് വെക്കാൻ പറ്റിയത്? സീക്രട്ടായിട്ട് വെച്ചു ഞാൻ. സംശയം കൊടുക്കാൻ പറ്റാണ്ട്. സംശയം കൊടുത്താൽ ഏത് നിമിഷം ഞാൻ ബ്ലോക്ക് ആവുന്ന എനിക്കറിയാം. അവര് പിന്നെ എന്നെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സംശയം കൊടുക്കാതെ അങ്ങനെ നിന്നു. പിന്നെ അവര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം ചെക്കൻ കാണാൻ വന്നപ്പോൾ ഞാൻ ഇവിടൊപ്പം നിന്നു ആ രീതിയിൽ. പിന്നെ അവര് എൻ്റെ അടുത്ത് ചോദിച്ചു, അഭിപ്രായങ്ങൾ ചോദിച്ചു, എന്താണ് അഭിപ്രായം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിഷ്ടമുള്ള നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. കാരണം അതുവരെ സംശയം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഞാൻ എതിർത്തു. എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ വേണ്ട, നോർമലായിട്ട് എനിക്ക് വേണ്ട, എനിക്ക് എന്നെ പോലെയുള്ള ആൾക്ക് മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് അവർ എതിർത്തത്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഏട്ടൻ കല്യാണം ആലോചിക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് വെച്ചിട്ടാണ് എന്നെ ഇതാക്കിയത്. എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഭാര്യ. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെയാണ് കണ്ടെത്തിയത്. മെസ്സേജ് അയക്കുന്നതും ഫോണിൽ കൂടെ. എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഫോൺ ഹാക്ക് ചെയ്തതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെയാണോ ഒരു ദിവസം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയപ്പോഴാണ് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞത്. ഞാൻ ഹാക്ക് മാറ്റുകയും ചെയ്തു. അത് വാട്സപ്പിൽ കൂടെയാണ് ഹാക്ക് ഇതാക്കിയത്. ഇത് എത്ര നാള് മുമ്പായിരുന്നത് ഈ ഫോൺ ഹാക്കിംഗ് ഒക്കെ നടത്തിയ? ഞാൻ 1 മാസം മുമ്പായിരുന്നു കല്യാണം നടക്കുന്നതിനൊരു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അവര് വേറെ വഴക്കൊന്നും പറഞ്ഞില്ല, ചേച്ചിയോ ചേട്ടനോ? ഞാൻ ഫോൺ ഹാക്ക് ചെയ്ത കാര്യം അവർക്ക് അപ്പൊ തന്നെ അവർക്ക് പോയിട്ടുണ്ട്. ഞാൻ ഫോൺ അവര് ഹാക്ക് ചെയ്തു, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അത് ഹാക്ക് മാറ്റിയപ്പോ അവർക്കത് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പൊ കല്യാണത്തിന് 1 മാസം മുമ്പ് വീട്ടിൽ അറിഞ്ഞു ഫോൺ ഹാക്ക് ചെയ്ത കാര്യങ്ങളും, അത് മാറ്റുകയും ചെയ്തു. അതിന് ശേഷമുള്ള അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു? അപ്പൊ അവര് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ രാത്രി ഫോണിൽ സംസാരിക്കുന്നതും അവര് ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മയ്ക്കൊക്കെ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഫോണിൽ കളിക്കുന്ന പോലെ ആ രീതിയിലാണ് വീഡിയോ കോൾ ആയിരുന്നു. അപ്പൊ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നത്. ഞാൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി.
വീഡിയോ കോൾ ആകുമ്പോൾ ഞാൻ ഫോണ് ഇത് റീൽസ് കാണുന്ന പോലെ ഞാൻ ഓനെ നിന്നു. സംശയം കൊടുത്തില്ല. ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത് ചേട്ടനാണോ? ചേട്ടൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്. ഇത് വീട്ടിൽ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അരുണിനൊരു പേടി ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നു. ഫോണൊക്കെ മാറ്റിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കാൻ പറയും. മാക്സിമം ഫോണ് അവരെ കൊടുക്കാതെ വീട്ടിൽ വാങ്ങാത്ത നിൽക്കാൻ പറയും. പിന്നെ നമ്മൾ കുറച്ച് ഒരു 2 ആഴ്ചത്തേക്ക് വിളിയൊക്കെ കുറച്ചായിരുന്നു, സംസാരമൊക്കെ കുറച്ച്. അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ വരാൻ വേണ്ടി. അപ്പോഴാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ കാര്യാഴ്ച പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത്. ഈ കല്യാണം കഴിഞ്ഞു, 24-ാം തീയതി കല്യാണം കഴിഞ്ഞു. അപ്പം സ്വന്തക്കാരോ ഫ്രണ്ട്സോ കൂടുതലൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവരെയൊക്കെ നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തോ? പോയി കണ്ടു. കുറച്ചൊരു വീട്ടിൽ വന്നു, ഇറങ്ങിയൊരു വീട്ടിൽ വന്നു. കുറച്ചൊരു പുറത്ത് പോയപ്പോൾ കണ്ടായിരുന്നു. ഹണിമൂണൊക്കെ പോകുന്നുണ്ടോ? അതൊന്നും പ്ലാൻ ചെയ്തില്ല. എവിടെ പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞേക്കണ്? അവർക്ക് ഇവിടെ മൊത്തം ട്രിവാൻഡ്രം മൊത്തം കറങ്ങണം. കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഇവിടെ മൊത്തം കാണണം. നമ്മൾ പോവാൻ തുടങ്ങി. ഇപ്പം പറ്റില്ല, ഇപ്പം തുലക്കാണ് പറ്റില്ല. ഒരു ദിവസം കൊണ്ടുപോയി മൊത്തം കറങ്ങാൻ. പാലക്കാട് എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ടല്ലേ? അവിടെ ഞങ്ങൾ പോവാറുണ്ട്, ഫാമിലി ആയിട്ടും പിന്നെ പുറത്തുനിന്ന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോവാറുണ്ട്. ഇനിയിപ്പോ ഇവിടെ ട്രിവാൻഡ്രം മൊത്തം കറങ്ങാലോ. ഇവിടെ കറങ്ങണം, കൊണ്ടുപോകും. അരുൺ എന്താ ചെയ്യുന്നത്? ഞാൻ ലോട്ടറി ബിസിനസ് ആണ്. എവിടെയാ? ഇവിടെ ഞങ്ങളുടെ ജംഗ്ഷൻ ഉണ്ട് അവിടെ. പിന്നെ വണ്ടിയിൽ പിന്നെ ഓൺലൈൻ കച്ചവടമുണ്ട്. ഏത്? മൊബൈലിൽ ഓൺലൈൻ കച്ചവടം. അതുകൊണ്ട് അതും ചെയ്യുന്നുണ്ട്. അത് നേരത്തോട്ടുള്ളതാണോ? നേരത്തെ ഉള്ളത്. എന്തായിരുന്നു പഠിച്ചൊക്കെ? എന്തായിരുന്നു? ഞാൻ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. ഇല്ല. സ്കൂളിൽ പഠിക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. പോയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും സ്വന്തമായിട്ട് ഞാൻ പഠിച്ചു. വീട്ടിൽ നിന്ന് പഠിച്ചു. അച്ഛനമ്മയെ സഹായിച്ച്? അച്ഛനമ്മയും കൂട്ടുകാരും ചേച്ചി എല്ലാം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചു. എത്ര വരെ അങ്ങനെ? 5ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? എനിക്ക് ആദ്യം നടക്കാൻ പറ്റില്ലായിരുന്നു, ഇഴങ്ങിയപ്പോൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്വയം പിന്നെ എല്ലാവരും നടക്കണ കാണുമ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ സ്വന്തമായിട്ട് ഞാൻ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ വാക്ക് ഇത് കിട്ടിയായിരുന്നു. പിന്നെ നടന്നു തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, നടക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വണ്ടി ഓടിക്കാം, പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എവിടെയും തന്നെ പോകാനായിട്ട്? ട്രിവാൻഡ്രം ഫുള്ള് തന്നെ പോകും. ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും പേടി ഉണ്ടാവുമോ? മുമ്പുണ്ടായിരുന്നു, പേടിയില്ല. എങ്ങനെ വിളിച്ചോണ്ടിരിക്കോ? വിളിക്കും, കണ്ടെങ്കിൽ വിളിക്കും. ഇപ്പൊ പുള്ളിക്കാരെ വിളിക്കണം എപ്പോഴും. 7 മണിയാ വിളിക്കും, വരമില്ലേ. 7 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാറുണ്ടോ? ഞാൻ 8 വരും. കച്ചവടം കഴിഞ്ഞ് 8 മണി കഴിയും. രാവിലെ എപ്പോ പോവും കച്ചവടത്തിന്? രാവിലെ 7 മണിക്ക്. എന്നിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് 2:30 മണിയാകുമ്പോൾ കഴിയും. ഭക്ഷണം കഴിച്ചിട്ട് 4 മണി ഞാൻ പോകും. പിന്നെ കഴിഞ്ഞ് 8 മണി വരെ. 8 മണി അതിൻ്റെ കഴിയും. സബിത എന്താ പഠിച്ചതൊക്കെ? ഞാൻ +2 കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിലിങ്ങനെ? ഞാൻ PSCക്ക് പോയിട്ടുണ്ടായിരുന്നു. കൊറോണ ഒക്കെ വന്നപ്പോൾ പിന്നെ അതാണ് നിർത്തി. പിന്നെ കുറച്ച് ബ്യൂട്ടീഷ്യൻ പഠിച്ചു. പഠിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ വീട്ടിലിട്ടു. ഇനിയിപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം, സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ടോ? സ്വന്തമായിട്ട് ജോലി വേണമെന്നുണ്ട്. എന്താ ചെയ്യണേ? PSC പഠിക്കുവാണോ അതെയോ ബ്യൂട്ടീഷ്യൻ ആവുകയാണോ? ഒന്നുമില്ല, എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ജോലി.